നമസ്കാരം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ സർവകാല റെക്കോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്ന വിലാവർധനവ് ഇന്നും തുടർന്നപ്പോൾ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് സ്വർണം എത്തുകയായിരുന്നു. ആഗോള വിപണിയിലെ വിലവർധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഫെഡ് നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ കാരണം രാവിലെ ആഭ്യന്തര ഫ്യൂച്ചേഴ്സ് വിപണിയിൽ സ്വർണ്ണവില ഉയർന്നു. എന്നിരുന്നാലും ഡോളറിന്റെ ഉയർച്ച മഞ്ഞലോഹത്തിന്റെ നേട്ടങ്ങളെ പരിമിതപ്പെടുത്തുകയായിരുന്നു. MCX ഗോൾഡ് ഒക്ടോബർ 3 കരാറുകൾ രാവിലെ 9:15 0.10% ഉയർന്ന് 10 ഗ്രാമിന് 1,02,199 രൂപയായി. എന്നിരുന്നാലും MCX സിൽവർ സെപ്റ്റംബർ 5 കരാറുകൾ ആ സമയത്ത് 0.10% ഇടിഞ്ഞ് കിലോയ്ക്ക് 1,17,062 രൂപയായി. സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണവില അതിൻ്റെ ഗ്രാം പവൻ നിരക്കുകൾ എങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരാം. കേരളത്തിൽ ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 65 രൂപയാണ് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 120 രൂപയായിരുന്നു കൂടിയത്. ഇന്ന് അതുപോലെ തന്നെ 65 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതോടെ ഇന്നലെ 9,405 രൂപയായിരുന്ന 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 9,470 രൂപയായി ഉയർന്നിട്ടുണ്ട്. സ്വർണത്തിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന എക്കാലത്തെയും ഉയർന്ന ഗ്രാം നിരക്കാണ് ഇത്. 1 പവൻ സ്വർണത്തിന് ഇന്ന് 520 രൂപയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്നലെ 75,240 രൂപയായിരുന്ന പവൻ വില ഇന്ന് 75,760 രൂപയിൽ എത്തിയിട്ടുണ്ട്. ഈ മാസം ഇത് 2ാം തവണയാണ് ഇതേ വിലയിൽ സ്വർണം എത്തുന്നത്. നേരത്തെ ഓഗസ്റ്റ് 8-ാം തീയതിയും സ്വർണത്തിന് 75,760 രൂപയായിരുന്നു പവൻ വില. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സംബന്ധമായ അനിശ്ചിതത്വങ്ങളും ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും കാരണം ഓഗസ്റ്റിൽ ആഭ്യന്തര സ്വർണ്ണവില ഏകദേശം 3% ഉയർന്നത്. ഏതായാലും സ്വർണ്ണവില പവന് 75,000 കടന്നതോടെ ഇപ്പോൾ സ്വർണം നിങ്ങളൊരു ആഭരണമായിട്ട് 1 പവൻ എടുക്കുകയാണെങ്കിൽ 81,000-ന് മുകളിലാണ് മൊത്തമായിട്ട് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയിറങ്ങാൻ സാധിക്കുക. പണിക്കൂലിയും GSTയും മറ്റ് ചാർജുകളും ഉൾപ്പെടെയാണ് ഈ വില എത്തുന്നത്. സെപ്റ്റംബറിൽ നടക്കുന്ന അടുത്ത പോളിസി മീറ്റിംഗിൽ സെൻട്രൽ ബാങ്ക് നിരക്കുകൾ കുറച്ചേക്കുമെന്ന ഓഗസ്റ്റ് 22-ന് ജാക്സൺ ഹോൾ നടത്തിയ പ്രസംഗത്തിൽ US ഫെഡ് ചെയർമാൻ ജെറോം പവൽ സൂചന നൽകിയിരുന്നു. ഹെഡ് ഗവർണർ ക്രിസ്റ്റഫർ വാലർ അടുത്ത മാസം പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെയും അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ കൂടുതൽ കുറവുകൾ വരുത്തുന്നതിനെയും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. CME ഫെഡ് വാച്ച് ടൂൾ അനുസരിച്ച് സെപ്റ്റംബർ 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത 86% വിപണി തള്ളിക്കളയുന്നു. എന്നിരുന്നാലും ഡോളർ സൂചികയുടെ ചാഞ്ചാട്ടം സ്വർണ്ണവിലയിൽ ഒരു പ്രധാന തടസ്സമായി തുടരുകയാണ്. സ്വർണത്തിൻ്റെ വില ഗ്രീൻ ബാക്കിലായതിനാൽ മറ്റ് കറൻസികളിൽ സ്വർണത്തെ വിലയേറിയതാക്കുന്നു. ഇത് അതിൻ്റെ ആവശ്യകതയെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. US 2ാം പാദ GDP ഡേറ്റ പ്രതീക്ഷിച്ചതിലും മികച്ചതായി വന്നതിനെ തുടർന്ന് ഓഗസ്റ്റ് 28-ന് ഡോളർ സൂചിക 0.20% ഉയരുകയായിരുന്നു. ജൂലൈയിൽ 3% ഉയർന്നതിന് ശേഷം ഈ മാസം ഇത് ഏകദേശം 2% കുറഞ്ഞിട്ടുണ്ട്. US വ്യാപാര താരിഫ് അനിശ്ചിതത്വവും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിലയേറിയ ലോഹങ്ങൾ സുരക്ഷിതമായി വാങ്ങുന്നതിന് സഹായകരമാകുന്നുണ്ട് എന്ന് പൃഥ്വിഫിൻമാർട്ട് കമ്മോഡിറ്റി റിസർച്ചിലെ മനോജ് കുമാർ ജെയിനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറുവശത്ത് വ്യാഴാഴ്ച പുറത്തിറക്കിയ US GDP ഡേറ്റ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു. പ്രതീക്ഷിച്ച 3.1%-നെതിരെ 3.3% ഉയർന്നു. തൊഴിലില്ലായ്മ ക്ലെയിമുകളും 2,29,000 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിപണി US ഡേറ്റയെ ദഹിപ്പിച്ചു എന്നും ജെയിൻ പറയുന്നുണ്ട്. എന്തായാലും സ്വർണ്ണവില ഇത്തരത്തിൽ ഉയരുന്നതിൻ്റെ ആശങ്കയിലാണ് മലയാളികളടക്കമുള്ളവർ. പ്രത്യേകിച്ച് അറിയാം, ചിങ്ങമാസമാണ്, കല്യാണ സീസണാണ്, ഓണം വരികയാണ്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത സ്വർണ്ണവില ഇത്തരത്തിൽ ഗണ്യമായി ഉയരുന്നതിനെ ആശങ്കയോടെയാണ് മലയാളികളടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.